BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മറ്റു ജില്ലകളെ അപേക്ഷിച്ച് പാലക്കാട് ജില്ലയിൽ ഇടതുമുന്നണിക്ക് സീറ്റ് കിട്ടിയെങ്കിലും വോട്ട് കാര്യമായി കുറഞ്ഞെന്ന CPMന്റെ വിലയിരുത്തൽ. ജില്ലയിലെ 4 മേഖലകളിൽ വ്യാഴാഴ്ച നടത്തിയ റിപ്പോർട്ടിംഗിലാണ് പാലക്കാട്ടെ വോട്ട് കുറഞ്ഞു പോയതിനെ പറ്റി എടുത്തു പറഞ്ഞിട്ടുള്ളത്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പാർട്ടി ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുന്തോറും ശോഷിക്കുകയാണെന്നും ജില്ലയിലെ BJPയുടെ വളർച്ച ഗൗരവത്തോടെ കാണണമെന്നും സംസ്ഥാന നേതൃത്വത്തെ പ്രതികരിച്ചെത്തിയ M. സ്വരാജ്, KS. സലീഖ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ പറഞ്ഞു. ചിറ്റൂർ, തൃത്താല, കൊങ്ങാട് മണ്ഡലങ്ങളിൽ ഇടതുമുന്നണി തോൽക്കരുതായിരുന്നു. പക്ഷേ ഇവിടങ്ങളിൽ വിജയം കൈവിട്ടു. ഒറ്റപ്പാലത്തേക്ക് മാത്രമാണ് എടുത്തു പറയുന്ന വിജയമെന്നും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. തുടർന്ന് ഏരിയ, ലോക്കൽ, ബ്രാഞ്ച് തലം വരെ ഈ റിപ്പോർട്ടിംഗ് അവതരിപ്പിക്കും. വ്യാഴാഴ്ച റിപ്പോർട്ട് അവതരണമൊഴിച്ചാൽ ചർച്ചകൾക്ക് അവസരമുണ്ടായില്ല. എന്നാൽ ഏരിയ തലം മുതൽ നിയന്ത്രിതമായ രീതിയിൽ ചർച്ചയ്ക്ക് അവസരം ലഭിക്കുമെന്നാണ് സൂചന. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടും തിരഞ്ഞെടുപ്പിലെ പ്രകടനം സംബന്ധിച്ചും ഏതാനും മാധ്യമങ്ങൾ സൃഷ്ടിച്ച അജണ്ടകൾ ഒരു വിഭാഗം വിശ്വസിച്ചതായും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. വീടുകൾ കയറിയിറങ്ങി കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം താഴെത്തട്ടിൽ കാര്യമായി നടന്നിട്ടില്ല. പ്രവർത്തനത്തെ വിലയിരുത്തുന്നതിന് സ്വയം വിമർശനവും ഉണ്ടായിട്ടില്ല. ബുധനാഴ്ച ജില്ലാ സെക്രട്ടേറിയറ്റ്, ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ നടന്നതിന്റെ തുടർച്ചയായാണ് വ്യാഴാഴ്ച മേഖലാതല യോഗങ്ങൾ നടന്നത്. ചില യോഗങ്ങളിൽ പങ്കെടുക്കേണ്ട പലരും എത്തിയിട്ടില്ലെന്നും സൂചനയുണ്ട്. അതേസമയം തിരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തി CPM തയ്യാറാക്കിയ റിപ്പോർട്ടിൽ നേതാക്കൾക്ക് അടക്കമുള്ള അതൃപ്തി കീഴ്ഘടകങ്ങളിലേക്കും വ്യാപിക്കുന്നുണ്ട്. സംസ്ഥാന കമ്മിറ്റി തീരുമാനങ്ങൾ വിശദീകരിക്കാൻ ചേർന്ന ജില്ലാ കമ്മിറ്റികളിൽ ശക്തമായ എതിർപ്പാണ് ഉയർന്നത്. കണ്ടെത്തിയ പിഴവുകൾ സംഘടനാ വീഴ്ചയുടെ കണക്കിൽപ്പെടുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്തിയവരെ സംരക്ഷിക്കുന്ന രീതി പാടില്ലെന്നാണ് വിമർശനം. ഓഗസ്റ്റിൽ നിശ്ചയിച്ച വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി മിനി പ്ലീനമാണ്. അതിൽ മുഖം മാറ്റം ഉണ്ടാക്കാനുള്ള നീക്കം പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ടെന്നാണ് സൂചന. തുറന്ന ചർച്ച നേതാക്കൾക്കെതിരെയുള്ള വിചാരണയായി മാറിയെന്നതാണ് പിന്നീടുള്ള അനുഭവം. പിണറായി വിജയനും MV ഗോവിന്ദനും സ്ഥാനമൊഴിയണമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിക്കണമെന്നും ആവശ്യമുയർന്നു. ഇതെല്ലാം ഒഴിവാക്കിയാണ് ഒടുവിൽ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതിൽ വീഴ്ചകൾ സംബന്ധിച്ചെങ്കിലും ആർക്കാണ് വീഴ്ചയുണ്ടായതെന്നും മാത്രമില്ല. അതിൽ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തോമസ് ഐസക് അടക്കമുള്ളവർ വിമർശിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ജില്ലകളിലെ വിമർശനം ഉയർന്നു വന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.